ഹായ്. നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടർ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ എസ് എസ് സിയുടെ കലണ്ടർ അനുസരിച്ച് ഈ വർഷം ആദ്യത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഏപ്രിൽ മാർച്ച് ആ ഒരു സമയത്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സീജിലാണ് ആദ്യത്തെ അലൈൻഡ് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു 2 എക്സാംസ് കൂടി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത എസ് എസ് സിയുടെ CHSL കമ്പൈൻ ഹയർ സെക്കൻഡറി ലെവൽ +2 ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് എസ് എസ് സിയുടെ CHSL എക്സാം എന്ന് പറയുന്നത്. ആ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ സീജിൽ നിങ്ങൾക്കറിയാം, അത് എഴുതണമെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം. അപ്പോൾ പക്ഷേ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി പോലും വേണ്ടാത്ത ഒരു എക്സാമാണ് നമ്മുടെ എസ് എസ് സിയുടെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് +2 മാത്രമാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും ഈ ഒരു എസ് എസ് സിയുടെ CHSL എക്സാം എഴുതാൻ പറ്റും. 18 വയസ്സിൻ്റെ മുകളിലോട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ആ ഒരു CHSL എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് 2 പോസ്റ്റുകളാണ് അതിൻ്റെ അത് വരുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും അതുപോലെ തന്നെ LDC അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ അതിനെ LDC ലോ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ ഈ 2 പോസ്റ്റുകളാണ് നമുക്ക് മെയിനായിട്ട് അവിടെ വരുന്നത്. നമ്മൾ യൂഷ്വലി അതിനെ പറയുന്നത് DEO ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും അതുപോലെ തന്നെ JSA ജൂനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ യൂഷ്വലി പറയുന്നത്. അതിൽ ആ JSA എന്ന് പറയുന്നത് നമ്മുടെ ഒരു LDC പോസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഈ ഒരു 2 പോസ്റ്റുകളിൽ ആദ്യത്തെ പോസ്റ്റായ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്ന, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, ഈ 2ലും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ കൂടുതൽ കട്ട് ഓഫ്. ബിക്കോസ് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും കട്ട് ഓഫും കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കൂടുതൽ കട്ട് ഓഫ് വരുന്ന കൂടുതൽ ഡിമാൻഡുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ DEO എന്ന് പറഞ്ഞ ഈ ഒരു പോസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതേ SSC CHSL എക്സാമിന് അണ്ടറിൽ വരുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ DEO എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ്, ആ ഒരു പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ നല്ലപോലെ അറിഞ്ഞ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ കാണും, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർ കാണും. അപ്പോൾ എന്താണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് പോസ്റ്റിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏകദേശം സാലറി എത്ര കിട്ടും എന്നുള്ളതൊക്കെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഡെഫിനറ്റ്ലി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സിലബസ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പോസ്റ്റിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു ഈ ഒരു സെഷനിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു എസ് എസ് സിയുടെ CHSL എക്സാംസിലേക്ക് വരുമ്പോൾ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അവിടെ 2 പോസ്റ്റിലാണ് നമുക്ക് വരുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ LDC ലോവർ ഡിവിഷൻ ക്ലർക്ക്, അല്ലെങ്കിൽ യൂഷ്വലി അത് കൂടുതലും അറിയപ്പെടുന്നത് JSA എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്, ജൂനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഈ ഒരു പോസ്റ്റാണ് പിന്നെ വരുന്നത്. അവിടെ 2 ഗ്രേഡ് ഉണ്ട്, അതാണ് അവിടെ സംഭവിക്കുന്നത്. ബട്ട് ജനറലി നമ്മൾ 2 പോസ്റ്റ് JSA ആൻഡ് DEO എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പേ ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു LDC പോസ്റ്റ് പറഞ്ഞാൽ ലെവൽ 2 പോസ്റ്റാണ്. പക്ഷെ നമ്മുടെ DEO എന്ന് പറഞ്ഞാൽ ലെവൽ 4 ആൻഡ് ലെവൽ 5 കാറ്റഗറി വരുന്ന പോസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഹയർ സാലറി, ഹയർ ലെവലാണ്, പേ സ്കെയിലാണ് അതിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഒരു ഡിമാൻഡ് കുറച്ചുകൂടി കൂടുതലാണ് എന്ന് പറഞ്ഞത്, കട്ട് ഓഫ് കൂടുതലാണ് എന്ന് പറയുന്നത്. ഇനി നമുക്കവിടെ പേ ഗ്രേഡ്, ആ ഒരു ഗ്രേഡ് പേയും കാണാൻ പറ്റും 1900. അതുപോലെ അതാണ് നമ്മുടെ LDCയുടെ ആ ഒരു ഗ്രേഡ് പേ എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ DEOയുടെ ഗ്രേഡ് പേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2400 2800 ആണ് ഗ്രേഡ് പേ വരുന്നത്. അപ്പോൾ എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു എന്താ പറയുക, യൂഷ്വലി നോട്ടിഫിക്കേഷനിൽ പറയുന്നത് വെച്ചുകൊണ്ട് പറയുവാണെങ്കിൽ ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന സാലറി റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് അവരുടെ ബേസിക് പേയിൽ നിന്ന് അവർക്ക് ആ ഇൻക്രീസ് ആയി മാക്സിമം എവിടെ വരെ പോകാം എന്നുള്ള റേഞ്ചാണ് ആ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഒരു ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണെങ്കിൽ അവരുടെ ബേസിക് പേ എന്ന് പറയുന്നത് 19,900 നിന്നാണ് തുടങ്ങുന്നത്. അത് ബേസിക് പേ ആണ്, അലവൻസുകൾ ഒന്നും ചേരാതെ. അതിൻ്റെ അലവൻസുകളും കാര്യങ്ങളൊക്കെ ചേരുമ്പോൾ ആ എമൗണ്ട് കൂടി വരും. നമുക്ക് ആ ഒരു പോസ്റ്റിനെ കുറിച്ച് നമുക്ക് ഇനി വരുന്ന സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഒരു ബേസിക് പേ നോക്കുകയാണെങ്കിൽ 25,500 ആണ് ബേസിക് പേ വരുന്നത്. ആൻഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ ചേരുമ്പോൾ അത് കുറച്ചുകൂടി കൂടി വരും. അത് ഏകദേശം എത്രത്തോളം പോകും എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് മാക്സിമം അത് എവിടെ വരെ പോകുന്നുള്ളതാണ് ആ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് ആ ഒരു ഗ്രേഡ് പേ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2 പോസ്റ്റിൽ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സെഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ DEOയുടെ ജോബ് പ്രൊഫൈൽ എന്താണ്,
എന്നുള്ളതാണ് ഇന്നത്തെ ഈ സെഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലൈക്ക് എന്താ ശരിക്കും ജോലി എന്ന് ഈ ഒരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ആ പേര് തന്നെ ഉണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന ആ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ കേൾക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. കുറച്ചൊക്കെ അതിൻ്റെ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ശരിക്കും എന്തൊക്കെ ഒരു ഡ്യൂട്ടീസ് ആണ് ഒരു SSC CHSL DO ജോബ് പ്രൊഫൈലിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഓവർസീയിങ് ദി സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ്. വളരെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗവൺമെൻറ് ഒരു ഏത് ഓഫീസിലാണോ നമുക്ക് ജോലി കിട്ടുന്നത്, DO ആയിട്ട് കിട്ടുന്നത്, അപ്പോൾ പല ഓർഗനൈസേഷനിലോ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസും അതുപോലെ അവിടുത്തെ ഓഫീസേഴ്സ് അവരുടെയൊക്കെ അവരുടെ എന്താ പറയുക അവരുടെ ആക്ടിവിറ്റീസും അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സും റെക്കോർഡ്സൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളതും ആ ഡേറ്റാസൊക്കെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവിടെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ഒരു സിസ്റ്റമാറ്റിക് ജോബ് എന്ന് പറയുന്നത്, ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് അപ്ഡേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഡോക്യുമെൻറ്റ്സ്, അന്നന്ന് ഓഫീസിൽ നടക്കുന്ന ജോലികളുടെ അതുപോലെ ഓഫീസേഴ്സ് സൈൻ ചെയ്യുന്നതായാലും അവർ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ്സ് ആയാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഒക്കെ തന്നെ അവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആയാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ എല്ലാം തന്നെ ആ ഡോക്യുമെൻറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ വരുന്ന അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ബൈ ഇൻപുട്ടിങ് ആൻഡ് ക്രിയേറ്റിംഗ് എസെൻഷ്യൽ ഡേറ്റ ഇൻ ടു ദി കമ്പ്യൂട്ടർ ഡേറ്റാബേസ്. നമ്മൾ ആ ഡേറ്റാബേസിലേക്ക് അത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നതും കമ്പനിയുടെ ഡീറ്റെയിൽസ്, ക്ലയൻറ്റിൻ്റെ ഇൻഫർമേഷൻ, പ്രൊഡക്റ്റ് ഡാറ്റാസ്, സെയിൽസ് റിപ്പോർട്ട്, ഇങ്ങനെ പല നമ്മൾ നേരത്തെ പോലെ കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് പോലെ ഇരിക്കും എന്ന് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടുത്തെ ഒരു നേച്ചർ ഓഫ് വർക്ക് എന്താണോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ നേച്ചർ എന്താണോ ആ രീതിയിലുള്ള ഡാറ്റ ഹാൻഡ്ലിംഗ് ജോബ് ആയിരിക്കും അവിടെ വരുന്നത്. ആ ഡാറ്റ മൊത്തം ഡാറ്റാബേസിലേക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ മാനേജിങ് ദ റെക്കോർഡ്സ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഇൻ ഹൗസ് സ്റ്റാഫ്. അപ്പോൾ ആ ഒരു ഓഫീസിലെ സ്റ്റാഫ്സിൻ്റെ ഡാറ്റാസ് മാനേജ് ചെയ്യുക, റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത് അവിടെ വരുന്നുണ്ട്. പിന്നെ കമ്പൈലിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ കോംപ്രഹെൻസീവ് ഡാറ്റാബേസ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ഇൻ ദി ക്രൂഷ്യൽ ആസ്പെക്ട് ഓഫ് ദി റോൾ. അപ്പം അത് എഗെയിൻ ഒരു വളരെ ക്രൂഷ്യൽ ആസ്പെക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ജോബിൻ്റെ. ഡാറ്റാസ് എല്ലാം കമ്പൈൽ ചെയ്ത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്കറിയാം പഴയ ഫയൽസ് നോക്കേണ്ടി വരുന്ന സമയത്ത് അത് വളരെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാലേ നമുക്കത് വളരെ പെട്ടെന്ന് ആ ഡാറ്റാബേസിൽ നിന്ന് അത് പിക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇൻ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ്, ഈ ഒരു ജോബ് പ്രൊഫൈൽ വരുന്ന റോളാണ് അത്. അതുപോലെ ഡ്രാഫ്റ്റിംഗ് ലെറ്റേഴ്സ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫീസ് ടാസ്കുകൾ, ഓഫീസിലെ ടാസ്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യും, ലെറ്റേഴ്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എൻഷുറിംഗ് ദി അക്യുറസി ആൻഡ് അക്സസിബിലിറ്റി ഓഫ് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ വിത്തിൻ ദി ഓർഗനൈസേഷൻ റെക്കോർഡ്. അഗൈൻ നമുക്കറിയാം ഒരു റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രൈവസി കൂടി ഉണ്ട്. അപ്പോൾ ആ റെക്കോർഡ്സിന് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സ് ആയിരിക്കും, ഡാറ്റ ആയിരിക്കും, ഗവൺമെൻറ് ഒരുപാട് ഡാറ്റാസ് ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ സേഫായിട്ട് സെക്യൂറായിട്ട് കീപ്പ് ചെയ്യുക, അതിൻ്റെ അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യണം, അറ്റ് ദ സെയിം ടൈം അതിനെ സേഫായിട്ട് കീപ്പ് ചെയ്യും വേണം. ഫ്യൂച്ചർ റെഫറൻസിന് ആവശ്യമുള്ള പോലെ സിസ്റ്റമാറ്റിക് ഓർഡറിൽ അതിനെ കീപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ DOയുടെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡേ ടു ഡേ ഒരു നോർമൽ ജോബ് പ്രൊഫൈലാണ് ഇതെന്ന് പറയുന്നത്. വലിയൊരു അഡ്വഞ്ചറസോ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസോ ഒന്നും വരാത്ത ഒരു വളരെ നോർമൽ ഗവൺമെൻറ് ജോബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഡെസ്ക് ജോബ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന റോളാണ് നമ്മുടെ ഈ SSC CHSL DOയുടെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്, ലൈക്ക് ഈ ഒരു ഗവൺമെൻറ് പോസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റോളിലേക്ക് പോസ്റ്റിലേക്ക് എങ്ങനെ എത്തുന്നത്? സോ അതെന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ SSCയുടെ അണ്ടറിൽ നടക്കുന്ന കുറേ എക്സാംസ് ഉണ്ട്. അതിൽ ഒരു എക്സാമാണ് SSCയുടെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. ഹയർ സെക്കൻഡറി +2 ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. 18 വയസ്സിന് മുകളിലോട്ടുള്ളവർ ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടേക്ക് വരുമ്പം ഈ വർഷത്തെ എക്സാമിനെ കുറിച്ച് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ SSCയുടെ CHSLൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം ഏപ്രിലിൽ നമുക്ക് 2026 ഏപ്രിലിൽ നമുക്ക് വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫസ്റ്റ് എക്സാം Tier 1 എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന നമ്മുടെ SSCയുടെ കലണ്ടർ അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ടു സെപ്റ്റംബർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ജൂലൈ ടു സെപ്റ്റംബറിൻ്റെ ഇടയ്ക്ക് വെച്ച് എപ്പോൾ വേണമെങ്കിലും അത് നടക്കാൻ സാധ്യതയുണ്ട്. ഇനി ആ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും അടുത്ത സെക്കൻഡ് ഫേസ് ഓഫ് എക്സാമായ CHSL Tier 2 എക്സാമിലേക്ക് പോകുന്നത്. ആ CHSL Tier 2 എക്സാം ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് പിന്നെ ഈ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ടൈപ്പിംഗ് ടെസ്റ്റും അങ്ങനത്തെ സ്കിൽ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. ബിക്കോസ് നമുക്കറിയാം ഈ ഒരു ഇതെന്ന് പറയുന്ന പ്രോപ്പർ ഓഫീസിലെ ഡെസ്ക് ജോബാണ്, എസ്പെഷ്യലി നല്ല ടൈപ്പിംഗ് സ്പീഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേണം. സോ അതുകൊണ്ട് തന്നെ അവരുടെ സ്കിൽ ടെസ്റ്റ് കൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവർ ഈ പോസ്റ്റിലേക്ക് ഫിറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ഫൈനൽ സെലക്ഷൻ ലിസ്റ്റ് വരുന്നത്.
അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഏത് ഓർഗനൈസേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതും അറിയുന്നതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ഇതാണ് നമുക്കൊരു വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു വഴി എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൂടി ജസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ അഗെയിൻ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര കിട്ടും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ SSCയുടെ CSSL DO ഈ ഒരു പോസ്റ്റിന് നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഓൾറെഡി ഇതിൻ്റെ ബേസിക് പേ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ബേസിക് പേയുടെ കൂടെ അലവൻസുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി അലവൻസുകളെല്ലാം ചേർന്ന് കഴിയുമ്പോൾ ഏകദേശം 45,000 അടുപ്പിച്ച് വരും. അത് എക്സാക്ട്ലി 45,000 കൈ കിട്ടും എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി അത് ഡിപ്പെൻഡ് ചെയ്യും പല കാര്യങ്ങളുടെ മേളിൽ. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങൾ പോസ്റ്റിംഗ് വരുന്ന സിറ്റിയുടെ മേളിൽ അത് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ മെട്രോ സിറ്റിയിലാണോ പോസ്റ്റിംഗ് വരുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ മേളിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 43,000 ഒരു 47,000 ഇടയ്ക്കൊക്കെ നിൽക്കും. ആവറേജ് നമുക്ക് അറൗണ്ട് ഒരു 45,000 ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് ഒക്കെ എഴുതാം. ഫ്യൂച്ചർ പ്രൊമോഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ 5 തൊട്ട് 7 വർഷം കഴിയുമ്പോൾ ഫ്യൂച്ചർ പ്രൊമോഷൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വഴിയായിരിക്കും. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഡെഫിനറ്റ്ലി ഡിപ്പാർട്ട്മെന്റ് എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റും. പിന്നെ വൺസ് ഇത് കയറിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ മേളിലോട്ടുള്ള CGL എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആ എക്സാംസ് എഴുതാൻ പറ്റും. ഒരിക്കലും ഇവിടെ നമുക്ക് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വർഷത്തെ സർവീസ് കൂടി കഴിയുമ്പോഴത്തേന് നമുക്ക് അഗെയിൻ ഏജ് റിലാക്സേഷനൊക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഗവൺമെന്റ് സർവീസിൽ തന്നെ ഇരിക്കുന്ന ഒരാൾക്ക് പിന്നെ ഗവൺമെന്റ് എക്സാംസ് ഹയർ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതണമെങ്കിൽ അവിടെ കുറേ റിലാക്സേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട് സാധാരണ കിട്ടുന്ന കൂടാതെ തന്നെ. ഇപ്പം ജനറൽ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു ഏജ് ലിമിറ്റ് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ 27 വയസ്സ് അല്ലെങ്കിൽ 28 വയസ്സ് വരെയൊക്കെയാണ് ഏജ് ലിമിറ്റ് വരുന്നതെങ്കിൽ പിന്നെ OBC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു 3 ഇയേഴ്സ് കൂടി കിട്ടും. SC/ST ആണെങ്കിൽ ഒരു 5 ഇയേഴ്സ് കൂടി കിട്ടും. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓഫീസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ ഓൾറെഡി ഉള്ള ഈ പറയുന്ന ഏജിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 5 ഇയേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് എക്സ്ട്രാ കിട്ടാറുമുണ്ട്. അപ്പോൾ അതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ CSSൻ്റെ Tier 1 എക്സാമിൻ്റെ കട്ട് ഓഫ് വരുന്നത് നമ്മുടെ 200 മാർക്കിലാണ് ഓവറോൾ എക്സാം നടക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരുന്ന ഒരു പോസ്റ്റ് DOയുടെ പോസ്റ്റാണ്. അതിൻ്റെ വളരെ നല്ലൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സോ കട്ട് ഓഫ് വരുന്നത് ഏകദേശം 173 to 179 റേഞ്ചിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് നിൽക്കുന്നത്. ഇതിപ്പം ഞാൻ ലാസ്റ്റ് 5 ഇയറിലെ ഡാറ്റ വെച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം കഴിഞ്ഞ വർഷത്തെ മാത്രം പറയാതെ ഈ ഒരു 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ കട്ട് ഓഫ് കൂടുതൽ ഏത് റേഞ്ചിലാണ് നിന്നിട്ടുള്ളത്? അതൊരു 173 തൊട്ട് 179 ഇടയ്ക്കാണ് അത് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം അവിടെയും നമ്മുടെ എത്രത്തോളം കാൻഡിഡേറ്റ്സ് ഉണ്ട്, കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ഈ പറഞ്ഞ പോലെ വേക്കൻസി എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ മേളിൽ ഈ കട്ട് ഓഫ് ഡിപ്പെൻഡ് ചെയ്യും. ശരിക്കും അവിടെ ഈ ഒരു കട്ട് ഓഫ് ശരിക്കും വരുന്നത് ആ ഒരു കാര്യങ്ങളുടെ മേളിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഏകദേശം അതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് ഈ ഒരു റേഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഗോൾ കീപ്പ് ചെയ്യണം. എന്തായാലും എനിക്ക് 180+ സ്കോർ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഒരു മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ടായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റും അതുപോലെ ഇതിൻ്റെ തൊട്ട് കൂടെയുള്ള LDCയുടെ പോസ്റ്റും അതിൻ്റെ കട്ട് ഓഫ് ഇത്രയും വരാറില്ല. അപ്പോൾ ആ ഒരു പോസ്റ്റും രണ്ടും ഒരുമിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും ഒരുമിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ ഏത് പോസ്റ്റ് വേണമെന്നുള്ള സെലക്ഷനൊക്കെ നിങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായാലും 180+ എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കണം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. കട്ട് ഓഫ് നിങ്ങൾ മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിനെ കുറിച്ചുകൂടി ഒന്ന് പറയുവാണെങ്കിൽ SSCയുടെ CSSL DO ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ ഗ്രോത്ത് വരുന്നത് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസിൻ്റെ മേളിലും ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻസിൻ്റെ മേളിലും പെർഫോമൻസിൻ്റെ മേളിലും പിന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ആ ഒരു പോസ്റ്റിംഗ് വരുന്നത് എന്നുള്ളതിൻ്റെ മേളിലും ഒക്കെ തന്നെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും ഡെഫിനറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ മേളിലാണ് ഈ ഒരു പ്രൊമോഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി യൂഷ്വലി നമ്മുടെ ഈ ഒരു ഹയറാർക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഒരു കരിയർ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം പിന്നെ കൺസോൾ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ സീനിയർ കൺസോൾ ഓപ്പറേറ്റർ, ഡാറ്റ പ്രോസസ്സർ, സീനിയർ ഡാറ്റ പ്രോസസ്സർ ആൻഡ് ഡാറ്റ മാനേജർ ഇങ്ങനെയുള്ള പോസ്റ്റിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാംസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഈ ഒരു പോസ്റ്റ് ഇരുന്നുകൊണ്ട് തന്നെ ഹയർ പോസ്റ്റുകൾ എഴുതിയെടുക്കാനും വേറെ എക്സാംസ് എഴുതിയെടുക്കാനൊക്കെ തന്നെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ജനറൽ ഐഡിയ. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ യൂഷ്വലി വരുന്നൊരു കരിയർ ഹയറാർക്കി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അത് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് റഫ് ഐഡിയക്ക് വേണ്ടിയാണ് പറഞ്ഞത്. എക്സാക്ട്ലി ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ SSCയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ നമ്മളുടെ ഈ വർഷം നടക്കാൻ പോകുന്ന 2026-27 നടക്കാൻ പോകുന്ന എക്സാംസിൻ്റെ കലണ്ടർ എന്ന് പറയുന്നത്. ഞാൻ ഈ കലണ്ടർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർലി കാണാൻ പറ്റും. ഈ വർഷത്തെ ആദ്യത്തെ എക്സാം നമ്മുടെ SSCയുടെ CGL എക്സാമാണ്. നമ്മുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ അടുത്ത മാസം മാർച്ചിലായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. അതിനുശേഷം ജൂനിയർ എഞ്ചിനീയറും സെലക്ഷൻ പോസ്റ്റിംഗ് കഴിഞ്ഞാൽ
നമ്മുടെ അടുത്ത എക്സാമാണ് നമ്മുടെ SSCയുടെ ഈ പറഞ്ഞ CHSL എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാതിരിക്കുന്ന ഏപ്രിലാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ മെയ് വരെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ജൂലൈ ടു സെപ്റ്റംബറിലായിരിക്കും നമുക്ക് ഇതിൻ്റെ എക്സാംസ് നടക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ തീരുന്നില്ല. നിങ്ങൾക്കറിയാം, അതിന് തൊട്ട് പുറകെ സ്റ്റെനോഗ്രാഫറിൻ്റെ എക്സാം ഉണ്ട്, ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെ എക്സാം ഉണ്ട്. അത് രണ്ടും എല്ലാവർക്കും എഴുതാൻ പറ്റത്തില്ല ഡെഫിനറ്റ്ലി. പക്ഷേ അത് കഴിഞ്ഞ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ് MTSൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇവിടെ പിന്നെയും അതേ സിലബസിൽ നടക്കുന്ന വേറെയും എക്സാംസ് തൊട്ട് പുറകെ വരുന്നുണ്ട്. നമ്മുടെ MTSൻ്റെ എക്സാം 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ഏത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അറൌണ്ട് 33,000 സാലറി കൈ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഏകദേശം 25-27 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന, 25 വരെയുള്ളതും 27 വയസ്സ് വരെയുള്ള പോസ്റ്റിലുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് MTSൻ്റെ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. ഒറ്റ സിംഗിൾ എക്സാമേ ഉള്ളൂ അതിന്. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആ എക്സാം എന്തെങ്കിലും കാണുകൊണ്ട് മിസ്സായാൽ പോലും തൊട്ട് പുറകെ ചെയ്തുകൊണ്ട് SSCയുടെ MTS എക്സാം ഉണ്ട്. അപ്പോൾ ഒറ്റ സിംഗിൾ ഫേസ് ഓഫ് എക്സാം മാത്രമേ അതിന് വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ തൊട്ട് പുറകെ നമ്മുടെ ഡൽഹി പോലീസ് ഉണ്ട്, പിന്നെ SSCയുടെ GD കോൺസ്റ്റബിൾ ഉണ്ട്. എഗെയിൻ സെയിം സിലബസ് ആണ് അവിടെയും ഫോളോ ചെയ്യുന്നത്. ജസ്റ്റ് എക്സാമിൻ്റെ പാറ്റേണിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ലൈക്ക് ക്വസ്റ്റിൻ്റെ എണ്ണത്തിൽ മാത്രമേ ഒരു വ്യത്യാസം അവിടെ വരുന്നുള്ളൂ. ഈ കാര്യങ്ങൾ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റി തൊട്ട് പുറകിൽ വരാനുണ്ട്. അപ്പോൾ ആ ഒരു എക്സാംസിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ഇപ്പോഴേ തന്നെ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരെ, ഇപ്പോൾ എസ്പെഷ്യലി കോളേജിൻ്റെ ഫൈനലൊക്കെ ഉള്ളവർ കാണും, ഇനി അങ്ങോട്ട് പാസ് ഔട്ട് ആയതിനു ശേഷം ഈ എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ പ്ലാനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ബിക്കോസ് ഇത് ഇപ്പോഴേ ഷെയർ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയം എന്ന് പറയുന്നത് എല്ലാവരും പാസ് ഔട്ട് ആവുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും വരുന്നത്. സോ ആ സമയത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ എക്സാം അങ്ങ് സെപ്റ്റംബറിലാണ് വരുന്നെങ്കിൽ അത്യാവശ്യം ഒരു സമയം കിട്ടുന്നുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. പിന്നെ അത് ഈ പറഞ്ഞ നമ്മുടെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ CHSLന് വേണ്ടി ശരിക്കും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും CHSL മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്താൽ CHSL ഇൻ കേസ് എന്തെങ്കിലും കാണുകൊണ്ട് മിസ്സായാൽ പോലും തൊട്ട് പുറകെ നമുക്ക് MTSും GDയും ഡൽഹി പോലീസിൻ്റെ ഒക്കെ എക്സാംസ് വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഈ നവംബർ ഡിസംബർ ആ സമയത്തേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല സമയം വരുന്നുണ്ട്, ഒരു 6 മാസത്തിൽ കൂടുതൽ അവിടെ കിട്ടുന്നുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ, ഇതിനെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിലും എൻട്രിയിലും നമുക്ക് SSC മിഷൻ 2026-2027 വേണ്ടി ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഇത് ഓൺലൈൻ ബാച്ചസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം അതിൻ്റെ അഡ്വാൻസ് പ്രാക്ടീസ് ആയിരിക്കും ലൈവ് ക്ലാസ്സസിൽ പോകുന്നത്. സോ അവിടെ തന്നെ ഒരു കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉണ്ടായിരിക്കും, ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസിൻ്റെ. അതുപോലെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ കാണും. അതുപോലെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതിൻ്റെ ക്ലാസ്സസും അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻസ് കാണും, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് കാണും, എക്സാം വരുന്ന സമയത്ത് റിവിഷൻ ക്ലാസ്സസ് കാണും, പിന്നെ ഡെയിലി ക്വിസുകൾ, അതുപോലെ ബുക്കുകൾ, നിങ്ങൾക്ക് ആപ്പിൽ AIയുടെ സപ്പോർട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു കംപ്ലീറ്റ് പാക്കേജ്. ലൈക്ക് വേറെ ഒരു കാര്യത്തിന് വേണ്ടി വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബുക്ക് തൊട്ട് മോക്ക് ടെസ്റ്റ് തൊട്ട് ക്ലാസ്സസ് തൊട്ട് ലൈവും റെക്കോർഡ് ക്ലാസ്സസ് തൊട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് തൊട്ട് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളോട് ചേർന്നുള്ള ഒരു പാക്കേജാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, യൂഷ്വലി നമ്മുടെ ഓൺലൈൻ കോഴ്സസ് എന്നൊക്കെ പറയുമ്പോൾ അത് 1 year വാലിഡിറ്റി ആണ് വരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് 2 year വാലിഡിറ്റിയിൽ ലഭിക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പം പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ വർഷത്തെ എക്സാംസിന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത വർഷം അതിനേക്കാളും ബെറ്റർ എക്സാം, ഇപ്പം നമ്മുടെ CGL എക്സാം, അത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മെയിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേന് ഇപ്പം പാസ് ഔട്ട് ആവുന്നവരായാലും ശരി, ഇപ്പം എന്നെ ഇപ്പം പഠിച്ചു തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾക്കത് പ്രോപ്പർലി എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം ഡെഫിനറ്റ്ലി എന്നോട് അതിന് സമയമില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് അതിൻ്റെ സിലബസ് പറയാൻ തന്നെ ഒരു 4-5 മാസം വേണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും സിലബസ് കുറച്ചുകൂടി വാസ്റ്റ് CGL എക്സാം എന്ന് പറയുമ്പോഴത്തേനും. അപ്പോൾ അതൊക്കെ അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതാനും പറ്റും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാനും പറ്റും. സെയിം സിലബസാണ് അവിടെയും വരുന്നത്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ട് ആ ഒരു സെയിം സിലബസ് തന്നെ പഠിച്ചുകൊണ്ട് അടുത്ത വർഷം ഈ പറഞ്ഞ പോലെ വാലിഡിറ്റി തീർന്നു പോകാതെ 2 വർഷത്തെ വാലിഡിറ്റി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ 7736122215 എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ലപോലെ. ഈ വർഷം വരുന്ന എക്സാംസും അടുത്ത വർഷം വരാതിരിക്കുന്ന എക്സാംസും അടക്കം നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം, ഒട്ടും ലാഗായി പോവാതെ. നമുക്ക് ഈ പറഞ്ഞ CGL എക്സാം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഹയർ എക്സാം ആണ്. അവിടെയാണ് നിങ്ങളുടെ ഇൻകം ടാക്സും CBIയും NIAയും കസ്റ്റമേഴ്സ് ഓഫീസറും അങ്ങനെ ഒരുപാട് 36ഓളം സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും ബെസ്റ്റ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഏറ്റവും നല്ല പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നത്. സോ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, മിസ്സാക്കാതെ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇതേപോലെ ഫ്യൂച്ചർ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. താങ്ക്